സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സിജോ, ഇയാൾ എപ്പോഴാണ് നാട്ടിലെത്തിയത്? എങ്ങനെയാണ് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നോ? ഇന്ന് 5:30 സതീഷ് തിരുവനന്തപുരം എയർപോർട്ടിലെത്തുന്നത്. എയർപോർട്ടിലെത്തിയ ഉടനെ തന്നെ ഇമിഗ്രേഷൻ വിഭാഗത്തിന് ഇയാളെ തിരിച്ചറിയാൻ സാധിച്ചു. കാരണം ഓൾറെഡി തന്നെ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്രൈംബ്രാഞ്ച് സംഘം ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്തും എല്ലാ വിമാനത്താവളങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഇയാൾ ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിവരം അറിയിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ആ കത്ത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇയാളെ വേഗത്തിൽ തിരിച്ചറിയാൻ സാധിച്ചത്. തുടർന്ന് എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ വലിയതുറ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അവരെ എത്തിയാണ് സതീഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇപ്പോൾ വലിയതുറ പോലീസ് സ്റ്റേഷനിലാണ് ഇയാളുള്ളത്. നമുക്ക് അയാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നുവെന്ന് വാർത്ത വിവരങ്ങൾ ആദ്യമേ തന്നെ പുറത്തു വന്നിരുന്നു. ഇന്ന് അല്പസമയം സിജോയുടെ ശബ്ദം നമുക്ക് കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല. വേഗത്തിൽ തന്നെ ശരിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, അതുല്യയുടെ മരണത്തിന് പിന്നാലെ തന്നെ വലിയ ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിരന്തരമായി ഇയാൾ അതുല്യയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അതിൽ മനന്നൊന്നുള്ള ഒരു ആത്മഹത്യ എന്നുള്ള രീതി തന്നെയാണ് കുടുംബം ഉൾപ്പെടെ ആരോപിച്ചത്. കൊല്ലത്ത് ഇയാൾക്കെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസും എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇയാൾ വിദേശത്തായതായിരുന്നു അന്വേഷണ സംഘത്തെ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയ ഒരു കാര്യം. ഇപ്പോൾ അയാൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സിജോ തുടരുന്നുണ്ട്. സിജോ, കേൾക്കാമെങ്കിൽ പറയൂ. അങ്ങനെ വെള്ളിയാഴ്ചയാണ് ഇയാൾക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത്. 2 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യമാണ്. നടപടികൾ പൂർത്തിയാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സതീഷ് ഇന്ന് പുലർച്ചെ എവിടെ എത്തുന്നത്. കസ്റ്റഡിയിൽ എടുത്തു. ഇനിയിപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നൊരു കാര്യം, ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കൊല്ലം പോലീസാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ കൊല്ലത്തുള്ള പോലീസിനെയാണ് എയർപോർട്ടിൽ നിന്ന് വിവരം അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കൊല്ലത്തുനിന്നുള്ള പോലീസോ അതല്ല എന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചോ. കൂടുതൽ സാധ്യത ക്രൈംബ്രാഞ്ച് സംഘമാണ്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണ ചുമതലയുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ തന്നെ ഇവിടെ എത്തി കസ്റ്റഡിയിലെടുക്കാനാണ് സാധ്യത. സ്വാഭാവികമായും അറസ്റ്റ് രേഖപ്പെടുത്തണം. കാരണം ജാമ്യം ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം ഉടൻ തന്നെ വൈകാതെ തന്നെ കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ജാമ്യത്തോട് ചോദ്യം ചെയ്യൽ മറ്റ് നടപടികളുണ്ട്. നമുക്കതിൻ്റെ ജാമ്യാവസ്ഥകൾ പൂർണ്ണമായും വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണ സംഘം ഇവിടെ എത്തിയതിന് ശേഷമായിരിക്കും മറ്റു തുടർ നടപടികൾ എന്താണെന്നുള്ള കാര്യം വ്യക്തമാകുക. ഇപ്പോൾ വലിയതുറ പോലീസ് സ്റ്റേഷനിലാണല്ലോ ഇയാളെ ആദ്യം തന്നെ എത്തിച്ചത്. പ്രാഥമിക ചോദ്യം ചെയ്യലോ മറ്റോ അവിടെ നടന്നിട്ടുണ്ടോ? ഇല്ല, അത്തരം നടപടികളില്ല. കാരണം ഇവരെ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് വലിയതുറ പോലീസ് സ്റ്റേഷനിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ്. ക്രൈംബ്രാഞ്ച് സംഘം എത്തിയതിനു ശേഷം മാത്രമാണ് ചോദ്യം ചെയ്യലിലേക്ക് പോവുകയുള്ളൂ. അവരെത്തുന്നത് വരെ ഇയാളെ ഈ സ്റ്റേഷനിൽ നിർത്തുക എന്നുള്ളതാണ്. അവരൊക്കെ കൈമാറുക എന്നത് മാത്രമാണ് വലിയതുറ പോലീസിൻ്റെ ചുമതല. അതുകൊണ്ടാണ് അന്വേഷണ സംഘത്തിനായി പോലീസ് കാത്തിരിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഇയാളുടെ അഭിഭാഷകൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ സിജോ, എന്താണ് പറയുന്നത്? ഈ മുൻകൂർ ജാമ്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഇയാൾ നാട്ടിലേക്ക് എത്തിയത്? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിക്കുന്നത്. 2 ലക്ഷം രൂപയുടെ ആൾജാമ്യമാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടിലേക്ക് തിരികെ എത്തിയെന്നുള്ളതാണ് അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് അഭിഭാഷക സംഘം അവരുടെ അഭിഭാഷകൻ വിലയിരുത്തി വരികയാണ്. നമുക്ക് ലഭിക്കുന്ന പോലെ ഇടക്കാല ജാമ്യമാണ്. സ്വാഭാവികമായും മറ്റ് ക്ലോസസ് കോടതി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ആ ക്ലോസുകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ കാര്യത്തിലൊരു വ്യക്തത അല്പസമയത്തിനകം വരുത്താൻ സാധിക്കും. എന്തായാലും അടുത്ത നടപടി എന്ന് പറയുന്നത് ഇയാളുടെ അറസ്റ്റ് സാങ്കേതികമായി രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് പോകേണ്ടതുണ്ട്. അന്വേഷണ സംഘം ഉടൻ എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കും. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വിടും. തുടർന്ന് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. എന്തായാലും കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ആദ്യം കൊല്ലത്തെ പോലീസിനാണ് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്നത്. തുടർന്ന് ഇയാളെ കൊണ്ടുവരുന്നതിന്, വിദേശത്താണ് സതീഷിനെ കൊണ്ടുവരുന്നതിനൊക്കെ ഉൾപ്പെടെയുള്ള ഇന്റർപോളിന്റെ ഒക്കെ സഹായം തേടേണ്ടതുണ്ട്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം നടപടികൾ പോവുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിനുള്ള സംവിധാനങ്ങൾ പോലീസ് സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറുന്നത്. ക്രൈംബ്രാഞ്ച് സംഘം എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. നേരത്തെ തന്നെ ഇയാളെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ഈ അന്വേഷണ സംഘം ഊർജിതമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായാണ് അവിടെ പോലീസുമായും അതോടൊപ്പം തന്നെ ഇയാൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൃത്യമായി വിവരം ലഭിക്കുന്നതിന്റെ ഭാഗമായി ലുക്കൌട്ട് നോട്ടീസും അതോടൊപ്പം തന്നെ
രാജ്യത്തെ മുഴുവൻ എയർപോർട്ടുകളിലും വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നത്. എന്തായാലും ജാമ്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സതീഷ് എത്തിയിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്.